വയസ്സ് 30 കഴിഞ്ഞാൽ പലർക്കും ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ കാര്യങ്ങൾ ഒരു 10 വർഷം മുമ്പ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന്. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് പലരും ജീവിതത്തിൽ വൈകി മനസ്സിലാക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. പലരുടെയും ജീവിതം മാറ്റിയേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ക്ലയൻസിലും ചുറ്റുമുള്ള ആളുകളിലും എൻ്റെ തന്നെ മിസ്റ്റേക്കുകളിൽ നിന്നും തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. 30 വയസ്സിന് മുൻപ് ഈ 5 മിസ്റ്റേക്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്താൽ നിങ്ങളുടെ 40കളിൽ സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഒരു ക്ലിയർ ഫൈനാൻഷ്യൽ ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും. മിസ്റ്റേക്ക് 1, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതാണ്. നമ്മുടെ 30കളിൽ നമ്മൾ വിചാരിക്കും ഇപ്പോഴേ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെറുതെ പൈസ കളയണ്ടാന്ന്. വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും അസുഖം നാളെ വന്നാൽ എടുക്കാമെന്നായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ പലരും ചെയ്യുന്ന വലിയ തെറ്റ് തന്നെയാണ് ആദ്യം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തത്. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ നമുക്കുണ്ടാവുന്ന ഹോസ്പിറ്റൽ ബിൽസ് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ എമൗണ്ട് പ്രീമിയം ആയിട്ട് കമ്പനിക്ക് അടയ്ക്കുന്നു. അതിനു പകരം മെഡിക്കൽ ബിൽസ് വന്നാൽ ഇൻഷുറൻസ് കമ്പനി ഫിനാൻഷ്യലി നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ എടുത്തിട്ടുള്ളത് 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഒരു വർഷം എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസ് വന്നാൽ ഈ ഫുൾ പൈസ എനിക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സർജറിക്ക് 5 ലക്ഷം രൂപ വേണ്ടി വന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സിൽ നിന്നോ ലോൺ ആയിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ മറ്റോ ആയിരിക്കും നിങ്ങൾ ആ പൈസ എടുക്കാൻ പോകുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ 1 രൂപ പോലും നിങ്ങൾ പേ ചെയ്യേണ്ട, കംപ്ലീറ്റ് പൈസ ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവിടെ പേ ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻഷുറൻസ് ഉള്ള ഒരാൾക്ക് അയാളുടെ സേവിങ്സ് അവിടെ സേഫ് ആയിരിക്കും. 5, 10, 50 എത്ര ലക്ഷത്തിന്റെ വേണമെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. അതിനനുസരിച്ച് നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ട് ഡിഫറെന്റ് ആയിരിക്കുമെന്ന് മാത്രം. ഒരു പക്ഷേ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ സേവ് ചെയ്ത് വെച്ച നമ്മളുടെ സേവിങ്സിനെ ബ്രേക്ക് ചെയ്ത് ഹോസ്പിറ്റൽ ബിൽസ് അടയ്ക്കേണ്ട അവസ്ഥ. നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഏജ് ആകും തോറും നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. പല അസുഖങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അസുഖങ്ങൾ വന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി നമുക്കുള്ള അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് തരണമെന്നില്ല. അതുമാത്രമല്ല, ഏജ് ആയ ഒരാൾക്ക് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അടയ്ക്കേണ്ട പ്രീമിയം എമൗണ്ട് അത് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും. നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ പ്രായം ഇപ്പോൾ 60 കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇപ്പോ 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം ഏകദേശം 33,000 രൂപയോളം പ്രീമിയമായിട്ട് പേ ചെയ്യേണ്ടി വരും. പിന്നെ അതിനൊക്കെ പുറമെ നമ്മളൊരു ഇൻഷുറൻസ് എടുത്താൽ ഇനീഷ്യൽ 3 ഇയേഴ്സിൽ പല അസുഖങ്ങൾക്കും ഈ ഇൻഷുറൻസ് കിട്ടണം എന്നുമില്ല. സാലറി ടു സാലറി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ഒരൊറ്റ ഹോസ്പിറ്റൽ കേസ് മതി. നിങ്ങൾ എത്രയും യങ്ങർ ഏജിൽ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നു, നിങ്ങൾക്ക് അത് അത്രയും നല്ലതായിരിക്കും. നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ട് കുറവായിരിക്കും, വലിയ കവറേജ് കിട്ടും, നിങ്ങളുടെ സേവിങ്സ് വേസ്റ്റ് ആക്കാതെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അത് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടാൻ ഏകദേശം ഒരു 10,000 രൂപ വർഷം കൊടുത്താൽ മതിയാവും. നിങ്ങളുടെ ഏജ് കൂടുമ്പോൾ ഈ അടയ്ക്കുന്ന പ്രീമിയം എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നിങ്ങളുടെ ഏജ് അതിനേക്കാൾ കുറവാണെങ്കിൽ ഇതിനും ചെറിയ പ്രീമിയം കൊടുത്തുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു എമൗണ്ട് കവറേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ സിറ്റുവേഷനിൽ മിനിമം ഒരു 10 ലക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും നിങ്ങൾ എന്തായാലും എടുക്കേണ്ടതാണ്. മിസ്റ്റേക്ക് 2, റിട്ടയർമെന്റ് പ്ലാനിങ് ഇല്ലാത്തതാണ്. അധികം ആരും വക വയ്ക്കാത്തൊരു കാര്യമാണ് ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തൊരു ആക്റ്റീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. പക്ഷെ ഈ ഒരു പീരീഡിലും നമുക്ക് വരുന്ന എക്സ്പെൻസസ് അങ്ങനെ തന്നെ വരുന്നുണ്ടായിരിക്കും. നല്ല ജോലി, നല്ല ശമ്പളം, കിട്ടുന്ന പൈസ എല്ലാ മാസവും ഷോപ്പിങ്ങിനും ട്രാവലിങ്ങിനും വേണ്ടി ചെലവാക്കുന്നു. റിട്ടയർമെന്റിനെ പറ്റി പറഞ്ഞാലോ, അയ്യോ റിട്ടയർമെന്റോ അതെന്തിനാ ഇപ്പൊ ചിന്തിക്കുന്നത്, അതൊരു 60 വയസ്സാകുമ്പോഴല്ലേ ചെയ്യേണ്ടൂ, ഒരുപാട് സമയം ഇനിയും ഉണ്ടല്ലോ എന്നായിരിക്കും പലരും പറയാം. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇന്ത്യൻസിന്റെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി അത് 75 വർഷമാണ്. 60 വയസ്സിൽ റിട്ടയർ ആവുന്ന ഒരാൾക്ക് പിന്നെയും മുന്നോട്ട് 15 വർഷം ജീവിക്കാനുള്ള പൈസ വേണം. മെഡിക്കൽ എക്സ്പെൻസ് പോലുള്ളത് ഏജ് ആവുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് നടക്കണമെന്നുമില്ല. ഇങ്ങനെ 60 വയസ്സിന് ശേഷം സുഖമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനും കൂടി കൺസിഡർ ചെയ്താൽ ഏകദേശം 5-6 കോടി രൂപ നിങ്ങൾക്ക് റിട്ടയർമെന്റ് ഫണ്ടായിട്ട് വേണം. എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു റിട്ടയർമെന്റ് ഫണ്ട് ഇല്ലാതാവുമ്പോഴാണ് എത്ര വയ്യാത്ത സിറ്റുവേഷനിലും കിട്ടിയ ജോലിക്ക് വീണ്ടും പോകേണ്ടി വരുന്നത്. റിട്ടയർമെന്റിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നത് ലേറ്റ് ആയിട്ടാണെങ്കിൽ
നിങ്ങൾക്ക് വേണ്ട അത്ര എമൗണ്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. 60 വയസ്സിലാണ് നിങ്ങൾ റിട്ടയർ ആവുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോ നിങ്ങളുടെ ഏജ് 25 ആണെങ്കിൽ മാസം വെറും 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ 60-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ കയ്യിൽ ഏകദേശം 5.5 കോടി രൂപ നേടാനായിട്ട് പറ്റും. എന്നാൽ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങാതെ 35-ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ ഏകദേശം 33,000 രൂപ മാസം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് മനസ്സിലായോ? എത്രയും നേരത്തെയാണോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിലൂടെ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക? വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ SIP ചെയ്തുകൊണ്ട് ഈ പറയുന്ന റിട്ടയർമെന്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ലോങ് ടേമിൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് വെച്ച് ചെറുതായിട്ടെങ്കിലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുക. ഇൻകം കൂടുന്നതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കൂട്ടി ചെയ്താലും ഇതുപോലൊരു കോർപ്പസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മിസ്റ്റേക്ക് 3 സ്കിൽ ബിൽഡ് ചെയ്യാത്തതാണ്. ഇതിപ്പോ ഇത്ര വലിയ തെറ്റാണോ എന്ന് പലർക്കും തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷേ യെസ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കരിയർ സ്റ്റാർട്ട് ചെയ്ത ഏർലി സ്റ്റേജിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതെ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കാതെ ഇരുന്നാൽ നിങ്ങൾ ഗ്രാജുവലി ഫിനാൻഷ്യലി ട്രാപ്പ് ആവുകയുള്ളൂ. 28 വയസ്സാണ്, മാസം ഏകദേശം 80,000 രൂപ സാലറി കിട്ടുന്ന നല്ലൊരു ജോലി IT കമ്പനിയിലുണ്ട്. എല്ലാം വളരെ കൂൾ ആയിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് കമ്പനി ലേ ഓഫ് കാരണം ജോലി പോയി എന്ന് വിചാരിക്കാം. പുതിയൊരു ജോലി തട്ടിമുട്ടി കിട്ടാനായിട്ട് 6 മാസത്തിലേറെ എടുത്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡിൽ നിങ്ങളുടെ മാസ ചെലവ് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടുത്തെ പ്രശ്നം അത് സിംഗിൾ ഇൻകം ആണ്. അത് പോയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയണം എന്നില്ല. സ്കിൽ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളൊരു മരം നടുന്ന പോലെയാണ്. ഇന്ന് ആ ചെടി നടാനുള്ള എഫേർട്ട് നിങ്ങൾ എടുത്താൽ നാളെ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. കാരണം സ്കിൽ ബിൽഡ് ചെയ്യാതെ നമുക്ക് ഇൻകം സോഴ്സസ് കൂട്ടാൻ കഴിയില്ല. സിംഗിൾ ഇൻകം വെച്ചുകൊണ്ട് ഫിനാൻഷ്യലി ഫ്രീ ആവാനും പറ്റില്ല. ബേസിക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും ഒരൊറ്റ ഇൻകം വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നിന്ന് മാറി ഫിനാൻഷ്യലി ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഇൻകം നമ്മൾ ബിൽഡ് ചെയ്യണം. നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങളുടെ 20കളിലും 30കളിലും കാര്യങ്ങൾ പഠിക്കാനും അതിനുവേണ്ടി ട്രൈ ചെയ്യാനും ശ്രമിക്കുക. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഏർലി 30s 2-3 ഇൻകം സോഴ്സസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമാണ്. മിസ്റ്റേക്ക് 4 അമിതമായ കടമാണ്. 23-24 വയസ്സിൽ ഒരു ജോലി കിട്ടുമ്പോഴായിരിക്കും പലർക്കും ഒരു റെഗുലർ ഇൻകം കിട്ടി തുടങ്ങുന്നത്. ലൈഫ് സ്റ്റൈല് എക്സ്പോസ് ചെയ്യാനും പറ്റും ആ ഇൻകം യൂസ് ചെയ്യുമ്പോൾ. കടം എടുക്കുക എന്ന് പറയുന്നത് ഇതേ ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അനിവാര്യമായിട്ട് വരുന്ന ഒരു കാര്യമായിരിക്കും. ജോലി കിട്ടി 1-2 വർഷം കഴിയുമ്പോൾ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ വരും. കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി, കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ച് ഫോണും ലാപ്ടോപ്പും ബൈക്കും അങ്ങനെ പല സാധനങ്ങൾ EMI വാങ്ങിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഇൻകം നോക്കാതെ ചെലവ് നടത്തുമ്പോൾ കിട്ടുന്ന പൈസ മൊത്തം ഈ കടം വീട്ടാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാവുമ്പോൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും കയ്യിൽ പൈസ ഇല്ലാതാവുകയും ചെയ്യും. നമുക്ക് ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കടത്തിൽ നിന്ന് കടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരെ. ഒരിക്കൽ ആ ട്രാപ്പിൽ പെട്ടാൽ പിന്നെ ജീവിതകാലം മൊത്തം അതേ ട്രാപ്പിൽ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. എല്ലാ കടങ്ങളും പൊട്ടയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നല്ല കടങ്ങളും ചീത്ത കടങ്ങളും ഉണ്ട്. നിങ്ങൾ എടുക്കുന്ന കടം നിങ്ങൾക്കൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല കടമായിട്ട് പറയാം. പക്ഷെ നേരെ മറിച്ച് പബ്ലിക്കിന്റെ മുന്നിൽ ലൈഫ് സ്റ്റൈൽ കാണിക്കാനും മറ്റുമാണ് നിങ്ങൾ കടം എടുക്കുന്നെങ്കിൽ അത് നിങ്ങളെ യാതൊരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല. കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കടം വരുത്തി വെച്ചാൽ ഗ്രാജുവലി നിങ്ങളുടെ ഏജ് കൂടുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസിൽ നിങ്ങൾ പെട്ടുപോകത്തേ ഉള്ളൂ. മിസ്റ്റേക്ക് 5 ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്തതാണ്. നമ്മുടെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസിലൂടെയാണ് പല ഫൈനാൻഷ്യൽ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വരുന്നത്. അങ്ങനെ പറയാൻ കാരണം സ്കൂളിലും കോളേജിലും ഒന്നും നമ്മളിതൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയാകുമ്പോൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ വരുത്തുന്നുണ്ടായിരിക്കും. ഇതെല്ലാം അനുഭവിക്കുന്നത് നമ്മളാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നമ്മൾ പഠിച്ചേ മതിയാവും. ബഡ്ജറ്റിങ്ങിനെ പറ്റി, എമർജൻസി ഫണ്ടിനെ പറ്റി, ഇൻഷുറൻസിനെ പറ്റി, ഇൻവെസ്റ്റിങ്ങിനെ പറ്റി, ഇങ്ങനെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ പൈസ എവിടെയൊക്കെയാണോ ആവശ്യമായി വരുന്നത് ഓരോന്നിനെ പറ്റിയും വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. യൂട്യൂബ് ചാനൽസ് ആയിക്കോട്ടെ, ബുക്സ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങളുടെ ലൈഫിൽ പൈസ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. 30 വയസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിന്റെ ഒരു പീക്ക് അല്ല.
ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. ഈ ഫൗണ്ടേഷൻ വീക്ക് ആണെങ്കിൽ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾ എടുത്ത ഡിസിഷൻസ് നാളെ നിങ്ങൾക്ക് സ്ട്രെസ് ആകുമോ ഫ്രീഡം ആകുമോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന് നിങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങളുടെ ചോയ്സസിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ പൈസയെ പേടിക്കാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ മറക്കരുത്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.